ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് മാമീൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ മാങ്ങയൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അവിടെ എത്താറായി. അപ്പോൾ തന്നെ സമയം 6:15 എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗൈസ് എൻ്റെ കഴിവ് നോക്കുക. വണ്ടി ഓടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, വണ്ടി ഓടിക്കുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ നേരത്തെ ഇറങ്ങിയപ്പോൾ പിന്നെ വണ്ടിയിലെ ചാർജറൊക്കെ എടുത്തിട്ട് തന്നെ വീടെത്തിയപ്പോൾ നോക്കുമ്പം പപ്പ ധൃതി പിടിച്ച് തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അതാണ് സ്പെഷ്യലൊന്നുമില്ല. സ്പെഷ്യൽ ബിരിയാണിയാണെന്ന് കേട്ടപ്പോഴത്തേക്കും ആ സന്തോഷത്തിൽ ഞാൻ നേരെ സേഹാടുത്ത് പോയി. പോയി അവൾ ഭയങ്കര ആക്റ്റീവായിട്ട് എടുക്കുകയാണ്. മാഷാല്ലാ. ഇപ്പം ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് സേഹയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവളിങ്ങനെ കാണിക്കും, സൗണ്ട് ഉണ്ടാക്കും, നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള രീതിക്കൊക്കെ ഇങ്ങനെ ആ ഒരു ഇൻട്രാക്ഷനൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ സമയം പോലെ ഒന്ന് വീടെടുക്കാൻ നേരത്തെ അവൾ ഒരു വിധത്തിൽ ചിരിക്കൂല ഗൈസ്. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെറിയൊരു ചിരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുത്ത് അങ്ങനെ ഞാൻ നേരെ തൊണ്ടേ നോമ്പ് തുറക്കാൻ വേണ്ടി പോയി. ഇപ്പോഴത്തെ നോമ്പിന് വലിയ ക്ഷീണമൊന്നുമില്ല എനിക്ക്. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് വീത്തപ്പോഴൊക്കെ കഴിച്ച് അങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ജ്യൂസൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കുടിച്ച റാഹത്തായി അൽഹംദുലില്ലാ. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. എൻ്റെ വീട്ടിലാണെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് 10:30-11 മണിയൊക്കെ ആവും, അപ്പോഴേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. അടിപൊളി ഫുഡായിരുന്നു. ഈ അടിപൊളി വെച്ചാൽ അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. കാര്യം നമ്മളെല്ലാം ഒരുമിച്ചിരുന്നാൽ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. എന്തൊക്കെയാണ് കഴിച്ചത് എന്ന് പറയണ്ട, നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കാൻ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ അടുത്ത് പോയിരുന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കും. ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.